വെറുതെ റിസ്ക് എടുക്കണം. തുറക്കുമ്പോഴേക്കും ആകാശം ഭയങ്കര പുക ഇങ്ങനെ വരുന്നു. പിന്നെ ഇവിടുത്തെ അറിയാലോ എന്തെങ്കിലുമൊക്കെ അയക്കുന്നു. ഹായ് ഗായ്സ്, നമ്മുടെ ഓക്ലാൻഡിലെ വളരെ പ്രശസ്തമായ ഒരു റിസർവ് ഇതിലോട്ടാണ് വന്നിരിക്കുന്നത്. കൗറി ക്ലെൻ റിസർവ് എന്നാണ് പറയുന്നത്. ഈ കൗറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു മരമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നല്ല പഴക്കമുള്ളൊരു മരത്തിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല രസം കേട്ടോ. ഈ വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. തടി വെച്ചുള്ള കുറേ വഴിയും ഏതാണ്ട് ഒരു കാട് പോലത്തെയാണ്. ഇതാണ് ഇവിടെ ഫസ്റ്റ് കയറുമ്പോൾ ഉണ്ടാകുന്നത്. നമുക്കിങ്ങനെ കയറി കാലൊക്കെ ഒന്ന് വൃത്തിയാക്കി കാല് ആദ്യം വെള്ളം വെച്ച് വൃത്തിയാക്കുക. അല്ലെങ്കിൽ കാല് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് കയറുക. ഇതാണ് അതെ ഇതാ കേട്ടോ. ഇതാണ് അതിൻ്റെ ജസ്റ്റ് കയറുന്ന എൻട്രൻസ്. ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുത്താച്ച് ഇനി വളക്ക് ഇങ്ങനെടാ ഈ ഒരു പൊസിഷനിൽ പിടിക്കും. എന്നാലാണ് അടിയിൽക്കും കിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ വഴികൾ. ഇച്ചിരി ഞാൻ നെറ്റിലൊക്കെ നോക്കി പോയി ഇച്ചിരി വണ്ണമുള്ളൊരു മരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചിലപ്പം ഇവിടെ എവിടെയെങ്കിലും കാണുമോ. ഇതൊക്കെ നല്ല പഴക്കമുള്ള മരങ്ങളെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് ഈ വഴികൂടെ പോവാം. വേറെ ആൾക്കാർ വരണല്ലോ കേട്ടോ. ഇതാട്ടോ വഴി. അടുത്തത് ഹായ്. ഇപ്പം അവിടെ തീരുമാനമാവും. അത് താനേ വന്നോളൂ. ഗായ്സ്, ഇതാണ് കേട്ടോ ഇവിടുത്തെ വേറൊരു സവിശേഷത. ഈ തടി കൂടെ ഇങ്ങനെ നടക്കണം. ഇങ്ങനെ നടന്ന് ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഇത്. നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊക്കെയാണ് മരങ്ങളും കാര്യങ്ങളും. നമുക്ക് ഈ തടി കൂടെ ഇങ്ങനെ നടന്ന് നല്ലൊരു ഇറക്കം പോലെയാണ് കേട്ടോ. ഇത് ഉടൻ ബ്രിഡ്ജാണ്. പിന്നെ അങ്ങോട്ട് വലിയ ആഴമേറിയ ഇതാണ് കേട്ടോ. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. ഒരു തടി കേട്ടോ. എനിക്കൊന്ന് പണ്ടേ ഉള്ള തടികളായിരിക്കും. നല്ല ഇവിടുത്തെ തടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ചെതലായിരിക്കില്ല. ഇവിടെ ചെതലുണ്ടോന്ന് തന്നെ സംശയമാണ്. വലിയ മരങ്ങളുടെ ടോപ്പാണ് ഈ കാണുന്നത് കേട്ടോ. കാണാനെല്ലാം മരങ്ങളുടെ ടോപ്പാണ് കേട്ടോ. ഇത് ഉള്ളിലോട്ട് നല്ല താഴ്ചയാണ്. ചെറിയൊരു അരുവി പോലെ പോകുന്ന നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി ആദ്യമായിട്ട് കേട്ടോ തെറ്റാതെ വരുന്നത്. ആദ്യമായിട്ടാണ് ഇന്നേ വരെ. സാധാരണ നമ്മൾ എന്ന് വരുമ്പോൾ ഫ്ലോപ്പ് ആവാറുള്ളൂ. ആദ്യമായിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് വഴി കിട്ടിയത്. നമുക്കിങ്ങനെ പതുക്കെ നടക്കാം. ഇതേ നല്ല തടി കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രിഡ്ജാണ് കേട്ടോ. ഈ തടിയുടെ ഈ ബ്രിഡ്ജാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിളികളെ പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോക്കൂടാ. ഫുൾ തടിയും കേട്ടോ. തടിയുടെ ബ്രിഡ്ജ് തന്നെ. അങ്ങോട്ട് ഇത് നമ്മളിനി കയറി നേരെ അവിടെ കണ്ടിപ്പോൾ എത്തും. അവിടെ ഒരു വഴി ഞങ്ങളുണ്ട്. ഇവിടെ മെയിനായിട്ട് ഒരു വലിയ മരമുണ്ട്. അതാണ് ഈ യൂട്യൂബിലും ഇതിലൊക്കെ ഞാൻ നോക്കിയപ്പം കണ്ടത്. ആ വലിയ മരത്തിൻ്റെ ഇതാണ് നോക്കേണ്ടത്. ആ മരമാണ് നല്ല പഴക്കം കൂടിയ മരമെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് 10-800 വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതോ 100 വർഷം പഴക്കമുണ്ടോന്നോ. അതൊക്കെ ഈ നെറ്റിലൊക്കെ നോക്കിയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഈ വൈകിട്ടൊക്കെ വന്നിങ്ങനെ സാധാ നടക്കാനും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിന് പറ്റിയ സ്ഥലം. സൈക്കിൾ ഓടാൻ പറ്റും ഇവിടെ? ഇല്ലല്ലോ, സൈക്കിൾ ഓടാൻ പറ്റില്ല.
ഇതല്ലേ, ഇതൊക്കെ ആയിരിക്കും കേട്ടോ നല്ല പഴക്കമുള്ള. അതിൻ്റെ നോക്കി ആ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അടുത്തൊരു ചെറിയൊരു ചെടിയും മരം പോലെയൊക്കെ വന്നിട്ടുണ്ട്. ആ ചെറിയൊരു പൊട്ടി വീഴുന്ന മരത്തിൽ. ഇതൊരു വ്യൂ പോയിൻ്റാണ് ഇവിടുത്തെ ഈ കൗറി മരങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് കൗറി മരങ്ങൾ, ന്യൂസിലാൻഡിലെ വളരെ പ്രശസ്തമായ കൗറി മരങ്ങളാണ് ഈ കാണുന്നത്. കണ്ടോ, കാണുന്നതെല്ലാം കൗറി മരങ്ങളാണ്. അല്ലേ, കാട് പോലെ പിടിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതേ ഒരു സംവിധാനം ചെയ്തിരുന്നെങ്കിലേ നമ്മളെ നാട്ടിലും നല്ല രസമായിരിക്കും കാണാനൊക്കെ. കണ്ടോ ഗൈസ്, അങ്ങനെ നമ്മൾ നടന്നതാ. ഇതാണ് കേട്ടോ ആ മരം. നല്ല വലുപ്പമുണ്ട്, നല്ല വലുപ്പവും നല്ല ഇതും. ഇതിൻ്റെ ഇത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ബ്രിഡ്ജാണ് കേട്ടോ. നല്ല ഹൈറ്റിലുള്ള ആ ബ്രിഡ്ജാണ് മെയിൻ ഹൈലൈറ്റ്. ഇത് കണ്ടോ, ഇവിടെ ചെറിയൊരു വീട് പോലെ കണ്ടാ. ഇതൊക്കെ ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടുപിടിച്ചപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഇത് രസമാണ്, ഭയങ്കര വലുതാണ് കേട്ടോ. ഭയങ്കര വലുത്. വെറുതെ റിസ്ക് എടുക്കണം. തുറക്കുമ്പോഴേക്കും ആകാശം ഭയങ്കര പുക ഇങ്ങനെ വരുന്നു. പിന്നെ ഇവിടുത്തെ അറിയാലോ നല്ല ഇതാണ്. ആൾക്ക് പോയി നിൽക്ക്, തുറക്കം ചെയ്യില്ല കേട്ടോ, പറയാൻ പറ്റില്ല. തുറക്കരുത്, പുക വന്ന അവസാനം ഇതാവും. അത് തുറക്കം ചെയ്യല്ലേ. ആ അവസാനം ഇത് എന്തെങ്കിലൊക്കെ അയക്കുന്ന ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. പണ്ടത്തെ ലെറ്റർ ബോക്സ് ആയിരിക്കും. ചെറിയ ഹോളൊക്കെ കണ്ടപ്പോഴേ ഒരു ഡിസൈൻ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറെ കുപ്പികളുമായി കെട്ടിടും. കേറ്റി കൊടുത്തോ. ഇറങ്ങാറിയാലോ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. മാക്സിമം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നാലേ ഈ ചാനലിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. ബൈ.